ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ലോക സമാധാനത്തിനും ഐക്യത്തിനുമായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൌതമ ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടായതിനാൽ സമാധാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വാക്കുകൾ ലോകം ശ്രദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രശസ്ത പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാൻ നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചൈന ബന്ധം പുരാതനമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സഹകരണം തുടരണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും അദ്ദേഹം സന്ദർശിക്കും. ഈ വർഷത്തെ റൈസീന സംഭാഷണത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മുഖ്യാതിഥിയാകും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷൻ എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഈ മാസം 24-ന് തിരുവനന്തപുരത്താണ് യോഗം. പോലീസ്, എക്സൈസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. ലണ്ടൻ ആസ്ഥാനമായ സെൻട്രൽ ബാങ്കിംഗ് പബ്ലിക്കേഷൻ നൽകുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025 നേടിയ റിസർവ് ബാങ്കിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഭരണത്തിലെ നവീകരണത്തിനും കാര്യക്ഷമതയ്ക്കും നൽകുന്ന ഊന്നലാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉത്തരാഖണ്ഡ് പാർലമെന്ററി ധനകാര്യമന്ത്രി പ്രേംചന്ദ് അഗർവാൾ രാജിവെച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് അദ്ദേഹം ഇന്ന് രാജി സമർപ്പിച്ചു. നിയമസഭയിൽ പഹാഡി സമുദായത്തെ സംബന്ധിച്ച് നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പ്രേംചന്ദ് അഗർവാൾ രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നത്. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ നാളെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിതരണം ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് 2024 കേരള പുരസ്കാരങ്ങൾ നൽകുക. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ പിടികൂടാനുള്ള ദൌത്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ. വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പ്രദേശവാസികൾ സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം കടുവയെ മയക്കുവെടിവെക്കാനുള്ള ദൌത്യം നാളെയും തുടരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സമരക്കാർ അറിയിച്ചു. അതേസമയം നാളെ ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവ സംബന്ധിച്ച പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ മുഖേന നോട്ടീസ് നൽകി. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് T20 പരമ്പരയിലെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ബ്രയാൻ ലാറയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ നായകൻ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യയെ നയിക്കുന്നത്. റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനൽ മത്സരം ഏപ്രിൽ 12-ന് നടക്കും. വേദി പിന്നീട് തീരുമാനിക്കും. ഈ മാസം 29-ന് നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ മുംബൈ സിറ്റി FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ നോഷ്കിയിൽ സൈനിക വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 26-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്ര മന്ത്രി R. ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനും എഴുത്തുകാരനും സംവിധായകനുമായ ഭാസ്കരൻ ബത്തേരി നിര്യാതനായി. 58 വയസ്സായിരുന്നു. മാത്തുക്കുട്ടിയുടെ വഴികൾ, ഇഞ്ച എന്നീ സിനിമകൾ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കളിക്കളം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ. എറണാകുളം ജില്ലയിൽ നവീകരണം പൂർത്തീകരിച്ച പല്ലാരിമംഗലം പഞ്ചായത്ത് EMS സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.